ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പ്രിൻസൺ. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന സോഫ്റ്റ്വെയർ വാട്സാപ്പും ഫേസ്ബുക്കും ഒരുമിച്ച് ഒരു മെസ്സഞ്ചർ പോലെ ഒരു ആപ്പിൽ ഉപയോഗിക്കാം. അതിലുൾപ്പെടെ നമ്മുടെ പഴയ വാട്സാപ്പിൽ ആ അക്കൗണ്ട് നിലനിർത്തുകയും ചെയ്യാം. അതായത് ഒരു ഫോണിൽ തന്നെ 2 വാട്സാപ്പിൻ്റെ ഉപയോഗം നടക്കും. നമുക്കതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും ഇൻസ്റ്റാൾ ചെയ്യാമെന്നും കാണാം. അപ്പോൾ ഞാനിതിന് മുന്നിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ട് സഹായിച്ചതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ ഗൂഗിളിൻ്റെ സ്റ്റോറിൽ തന്നെ ഈ സാധനം ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒറിജിനലാണെന്നും ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. വേറെ ഇപ്പോൾ മറ്റു ഡീറ്റെയിൽസ് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഗൂഗിളിൽ തന്നെ വെരിഫൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുഴപ്പമില്ല എന്നുണ്ട്. ഇത് ഫസ്റ്റിൽ തന്നെ എടുക്കുന്നു. ഓക്കെ, അത് ഒന്നുകൂടി ചെയ്യാം. അത് നെറ്റിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് സോഫ്റ്റ്വെയർ. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാം. പെട്ടെന്ന് നടക്കും. ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ്, ഒന്നുമില്ല. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് നടന്നുകൊണ്ട് ചെയ്യും. ടൈം എടുക്കുന്നത് എൻ്റെ മറ്റ് ആപ്ലിക്കേഷൻസ് ജസ്റ്റ് അപ്ഡേറ്റ് ആവുന്നുണ്ട്. 33 MB ഉണ്ട്. ഇൻസ്റ്റാൾ ആവണം, ടൈം എടുക്കും. ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അറിയാമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വായിച്ചു നോക്കാം. പക്ഷേ ഞാനത് കാണിക്കുന്നു മാത്രം. ഓക്കെ, അത് ഒന്ന് അഗ്രി കൊടുക്കുക. ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുന്നുണ്ട്, ആ ടിക്ക് കൊടുക്കുക. അതിനുശേഷം ഗോ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഇത് ഓണാവുന്നത്. നമുക്ക് ആദ്യം സർവീസിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗൂഗിൾ ആണെങ്കിൽ അത് വാട്സാപ്പ് ആണെങ്കിൽ അങ്ങനെയുള്ള ഈ സർവീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അവർ. നമുക്ക് വേണ്ടത് വാട്സാപ്പ് വേണം. അപ്പോൾ അത് ജസ്റ്റ് ഇതാക്കുക. അപ്പോൾ അതിൽ തന്നെ അത് ഡൗൺലോഡാവും. അത് ഡൗൺലോഡായി. അത് പുഷ് കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം നമുക്ക് ഫേസ്ബുക്ക് വേണമെന്നുകൊണ്ട് ഫേസ്ബുക്ക് കൊടുക്കുക. മുകളിൽ കാണിക്കുന്ന ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ ആണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫേസ്ബുക്ക് ഡീറ്റെയിൽസ് ഇവിടെ അടിച്ചു കൊടുക്കണം. ഓക്കെ, ഡൺ. ലോഗിൻ. ഓക്കെ, അത് ലോഗിനായി. മുകളിൽ അപ്പോഴും ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വാട്സാപ്പിൻ്റെ ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. അടിച്ചു കൊടുക്കുക. പ്രിൻസൺ. ഇന്ത്യയിലുള്ളവരാണെങ്കിൽ +91 ചേർക്കാൻ മറക്കരുത്. ഡൺ. നെക്സ്റ്റ് പറയാം. യെസ്. ഡൺ. സബ്മിറ്റ് കൊടുക്കുക. നമ്മുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഫേസ്ബുക്കിലെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിലൂടെ മുകളിൽ സെർച്ച് ചെയ്യാം. നമുക്ക് പേര് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ സെർച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബാക്ക് വരികയാണെങ്കിൽ
നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് കാണിക്കുന്നതെന്ന്. എങ്ങനെയാണ് കാണിക്കുന്നത്, നമ്മുടെ യൂട്യൂബിൽ ലിങ്കുകൾ വരുന്നുണ്ടെങ്കിൽ വാച്ച് യൂട്യൂബ് അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ഇതിവിടെ മെനുവിൽ കൊടുത്ത നോട്ടിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇതിലേക്ക് വരാം, സെറ്റിങ്സ് നോക്കാം. ജസ്റ്റ് നമുക്ക് വാട്സാപ്പും ഇതും റണ്ണിങ്ങിലാണ്. ഇനി അടുത്ത സർവീസ് ആഡ് ചെയ്യണമെങ്കിൽ നോക്കി നോക്കാം ഏത് സർവീസാണ് ഉള്ളതെന്ന്. ടെസ്റ്റ് സർവീസ് ഉണ്ട്, പിന്നെ നമുക്ക് സർവീസുകൾ സെർച്ച് ചെയ്യാം. അതിപ്പോൾ ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങളാണ്, അത് ഡീറ്റെയിൽസ്. ബാക്ക് വരാം, നമുക്ക് വാട്സാപ്പ് ജസ്റ്റ് എടുത്ത് നോക്കാം. വാട്സാപ്പ് നമ്മുടെ പ്രൊഫൈൽ സെറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ അഡ്വാൻസ് സെറ്റിങ്സ് മുകളിലുണ്ട്. ബാക്ക് വരാം. ഓക്കെ, നമുക്കൊരു പ്ലസ് കൊടുത്ത് നോക്കാം. പ്ലസ് ബട്ടൺ കൊടുക്കുമ്പോൾ ഇതേ കാണിക്കുന്നു വാട്സാപ്പ്, ഫേസ്ബുക്ക്. നമുക്ക് ഏത് വേണമെങ്കിലും അതിൽ നോക്കാവുന്നതാണ്. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് അനുസരിച്ച് അതിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഇവിടെ വരുന്നു. നമുക്ക് വാട്സാപ്പ് എടുക്കാം. ഒരാൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് അങ്ങനെ നോക്കാം. ന്യൂ മെസ്സേജസ്, ഇത് മുകളിൽ ഒരു ഓപ്ഷൻ വരുന്നു, നമ്മുടെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതവിടെ വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് വരാം. മെസ്സേജസ് രണ്ടും ഒരുമിച്ചാണ് കാണിക്കുക. ഇനി നമുക്ക് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്ക്, ബാക്കി ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. ഓക്കെ, നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓണാക്കി നോക്കാം. ജസ്റ്റ് ഓൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നിട്ടുള്ള മെസ്സേജസ്, നമ്മൾ അയച്ചിട്ടുള്ള മെസ്സേജസ് ഇവിടെ കാണാം. അതിൽ നമുക്ക് ഇപ്പോൾ ഈ പ്ലസ് ബട്ടൺ അടിയിൽ കാണുന്നുണ്ടല്ലേ, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്ന് പറഞ്ഞ രണ്ട് ഇത് കാണിക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് ആർക്കാണ് മെസ്സേജ് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇതിന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഞാൻ ക്ലോസ് ചെയ്യാണ്. എൻ്റെ വാട്സാപ്പ് അക്കൗണ്ട് മറ്റു നോർമൽ വാട്സാപ്പ് അക്കൗണ്ടാണിത്. അതിൽ ഞാനൊരു ഇതെടുത്തു. അതിനുശേഷം മറ്റു നമ്പറിലേക്ക് ഞാനൊരു മെസ്സേജ് അയക്കുകയാണ്. ഓക്കെ, എൻ്റെ ഇതവിടെ റിസീവ് ചെയ്തെന്ന് കാണിക്കുന്നു. നമുക്ക് അത് അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ആപ്സിൽ. ഓക്കെ, ഇതേ വന്ന് കിടക്കുന്നു. നമ്മളവിടെ നിന്ന് അയച്ചിട്ടുള്ള മെസ്സേജ്. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്ക്. ഇതിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഇതിനോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.